6 വ്യത്യസ്തമായ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ താലൂക്കിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രീമിയം ടേക്ക് ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. വളരെ മനോഹരമായ രീതിയിൽ 34 ലക്ഷം രൂപ മുടക്കി ആണ് നമ്മളൊരു പ്രീമിയം ടേക്ക് ബ്രേക്ക് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. വഴിയോര യാത്രക്കാർക്ക് വളരെ ക്ഷീണിച്ച് അവസരമായി വരുന്ന സാഹചര്യത്തിൽ വിശ്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടേക്ക് ബ്രേക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു വിശ്രമമുറിയും ലഘുഭക്ഷണശാലയും ടോയ്ലറ്റ് സംവിധാനം, ഭിന്നശേഷി സൗഹൃദവുമായ ടോയ്ലറ്റ് അടക്കമുള്ള ടോയ്ലറ്റ് സമുച്ചയവും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ അടക്കമാണ് ഈ ടേക്ക് ബ്രേക്കിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഉദ്ഘാടനത്തിലെ ഏറ്റവും പുതുമയാർന്ന ഒരു പദ്ധതിയായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പഞ്ചായത്ത് സമ്പൂർണ്ണ അംഗൻവാടി ആകുകയാണ്. 26 അംഗൻവാടികളാണ് നമുക്കുള്ളത്. വിവിധ വളരെ പരിമിതമായ ഫണ്ടുകൾ ഉള്ള ഒരു പഞ്ചായത്താണ്. എങ്കിൽ പോലും എല്ലാ കെട്ടിടങ്ങളും എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം ഉണ്ടാകണമെന്ന തികഞ്ഞ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം പണിയുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി നമ്മളിപ്പോൾ 2 അംഗൻവാടികൾക്ക് 34 ലക്ഷം രൂപ വകയിരുത്തി പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞ് എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു. അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ വയോജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നതിനാൽ ഒരു പകൽ വീട് കൂടി നിർമ്മിക്കണമെന്ന് ഭരണസമിതി ആഗ്രഹിച്ചു. അതും യാഥാർത്ഥ്യമാകുകയാണ്. നമ്മുടെ സ്വന്തം ഭൂമിയിൽ, പഞ്ചായത്തിൽ തന്നെ പൂതക്കുടിയിലുള്ള സ്വന്തം ഭൂമിയിലാണ് നമ്മൾ 18 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ആദ്യ റീച്ച് തന്നതിൽ പകൽ വീട് വിഭാവനം ചെയ്തത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബ്ലോക്കുകളായിട്ടാണ് കൊടുക്കുന്നത്. വരും കാലങ്ങളിൽ അത് കൂടുതൽ വിപുലീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് നമ്മളുടെ ഘടക സ്ഥാപനങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര സ്റ്റാൻഡർഡൈസേഷൻ നേടിയിരിക്കുകയാണ്. ISO ജില്ലയിലെ എല്ലാ ഘടക സ്ഥാപനങ്ങളും ISO ആകുന്ന ജില്ലയിലെ ഏക പഞ്ചായത്താണ് എന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ കടന്നത്. നമ്മളുടെ ഘടക സ്ഥാപനങ്ങളായ കൃഷിഭവനും, മൃഗാശുപത്രിയും, PHCയും, ഹോമിയോ ആശുപത്രിയും, ആയുർവേദ ആശുപത്രിയും തന്നെ ISO ആയിക്കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് 2018 മുതൽ ISO സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോവുകയാണ്. നിലവിലും അത് തുടരുകയാണ്. ഈ ജില്ലയിൽ തന്നെ ആദ്യത്തെയാണ്. സംസ്ഥാനത്ത് തന്നെ മറ്റ് 1-2 പഞ്ചായത്തുകൾ മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ. നമ്മുടെ ടേക്ക് ബ്രേക്കിൽ ഇലക്ട്രിക് 2 വീലർ, 3 വീലർ, 4 വീലർ ചാർജ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് സ്റ്റേഷൻ സംവിധാനം കൂടി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്ററെ കണ്ടുപിടിച്ച് ആണ് നമ്മളത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും കൂടി ഇന്ന് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട MPയും ബഹുമാനപ്പെട്ട MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായും കുന്നത്തൂർ കഴിഞ്ഞ പ്രാവശ്യം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തായി മാറിയിരുന്നു. മികച്ച ഗ്രാമപഞ്ചായത്തായി മാറും. ഈ വർഷം വീണ്ടും അവാർഡ് ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളേവരും. ഇതിൻ്റെ ഡിക്ലറേഷൻ നാളെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ശുഭാപ്തി വിശ്വാസത്തിലാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എന്നുള്ളതാണ് ഈ വേളയിലുള്ള മറ്റൊരു സന്തോഷം. പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. വലിയൊരു വിശ്രമ കേന്ദ്രം ഒരു പുതിയ സംരംഭമല്ല, മിക്ക പഞ്ചായത്തുകളും നടപ്പിലാക്കുന്നതാണ്. പക്ഷെ നമുക്ക് മുമ്പിൽ 2 വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് സ്വന്തമായി സ്ഥലം ഉണ്ടായിരുന്നില്ല ടൗണിൽ. അപ്പോൾ അത് റവന്യൂ ഭൂമി കളക്ടറുടെ നിന്ന് കിട്ടാനുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. 2, ആ വെക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ മിക്ക പഞ്ചായത്തുകളിലും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നമ്മുടെ പണി പൂർത്തീകരിക്കുന്ന ദിവസം തന്നെ, ഇന്നാണ് ഏകദേശം പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്, ആ ദിവസം തന്നെ അത് തുറന്ന് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സമീപപ്രദേശത്തെ പഞ്ചായത്തുകളിൽ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ പണി പൂർത്തിയാക്കിയിട്ടും വർഷങ്ങളോളം തുറന്നു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്നത് കാണുകയും അത് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും ഈ ഭൂമി വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഉദ്യമം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വലിയ പരിശ്രമം ഭരണസമിതി പിന്തുണ കൊടുക്കുമ്പോഴും പേപ്പർ വർക്കുകളിൽ നിരന്തരം കളക്ടറുമായി ബന്ധപ്പെട്ട് അത് അവരെ
ബോധിപ്പിച്ചുകൊണ്ടാണ് ആ സ്ഥലം ഒരു ടൗണിലെ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് നമ്മൾ വിട്ടുകിട്ടുന്നത്. മറ്റു പദ്ധതികളെല്ലാം ഇപ്പം കഴിഞ്ഞ വർഷം 2ാം സ്ഥാനം കിട്ടുമ്പോഴും ഈ വർഷം 1ാം സ്ഥാനത്തിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഞങ്ങൾ നടപ്പിലാക്കിയ പല പദ്ധതികളും ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് കൊച്ചു കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനമായിരുന്നു. ഏറ്റവും അടിയന്തര പ്രാധാന്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ 2 കൊച്ചു കുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന ജനതയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട അവരുടെ പ്രസൻസ് ഏറ്റവും 2 പദ്ധതികളായിരുന്നു. നമ്മുടെ ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാറ് പറഞ്ഞു, ഇങ്ങനെയുള്ള അംഗനവാടികളാണ്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും വസ്തു കണ്ടെത്തി പുതിയ 2 അംഗനവാടികളുടെ കെട്ടിടം ഇവിടെ ആകുമ്പോൾ ഇന്നത്തെ പഞ്ചായത്തിൽ ഏകദേശം ഒരു വാർഡിൽ 2 അംഗനവാടി വെച്ചുണ്ട്. ആ എല്ലാ അംഗനവാടികളും കെട്ടിടമാകുന്നൊരു സന്ദർഭം കൂടിയാണ് ഈ വരാൻ പോകുന്ന ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. അതേസമയം KIPയുടെ നിന്ന് വസ്തു വാങ്ങുകയും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും പഞ്ചായത്തിൻ്റെ തന്നെ കൊണ്ട് ഉപയോഗിച്ചുമാണ് നമ്മുടെ ഈ അംഗനവാടികളുടെ കെട്ടിടം പണിയുന്നത്. പിന്നെ നമ്മുടെ നൂതനമായ പദ്ധതികൾ, അതായത് സാറ് പറഞ്ഞ പോലെ കരാട്ട പരിശീലനം, കുട്ടികൾക്ക് സ്വയം പര്യാപ്തമാകാൻ അല്ലെങ്കിൽ അവർക്ക് സ്വയം പര്യാപ്തമാകാനൊന്ന് ലോണാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ പരിശീലനവും കരാട്ട പരിശീലനം. അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും എല്ലാ കുട്ടികൾക്കും 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഹൈസ്കൂൾ വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആ പരിശീലനം നൽകി കഴിഞ്ഞു. അടുത്ത പദ്ധതിയിലും അത് വിഭാവനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൽ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ സന്തോഷകരമായ അവസ്ഥയാണ് ഇന്നത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. സാറ് പറഞ്ഞോട് പക്ഷേ ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്താവാൻ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ഞാൻ. ആ പ്രതീക്ഷ പൂവണിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഷ്ട്രീയമായി അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി. ഇവിടെ 17 മെമ്പർമാർ ഒരേ ഒരു തീരുമാനത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് ശക്തമായ ഒരു നേതൃത്വം നൽകാൻ നമ്മുടെ സെക്രട്ടറിക്ക് കഴിയുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും ടീമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഞങ്ങൾ 1ാമത്തെ ജില്ലയിലെ 1ാമത്തെ ഗ്രാമപഞ്ചായത്ത് ആകാനുള്ള പരിശ്രമത്തിലുമാണ്. അതിൻ്റെ ഈ 5 വർഷക്കാലമായിട്ട് കോവിഡ് കാലത്തൊക്കെ വളരെ മികച്ച ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എല്ലാവരുടെയും ഒരു ടീമായിട്ടുള്ള പ്രവർത്തനം. ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഏകദേശം 5ഓളം മന്ത്രിമാരെ ഇവിടെ എത്തിക്കാൻ പല പരിപാടികൾക്കായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് കുന്നത്തൂർ പഞ്ചായത്തിൽ ഒരു പൊതു ശൗചാലയം നമ്മുടെ ജംഗ്ഷൻ കേന്ദ്രമാക്കി ഇല്ലായിരുന്നു. ഇപ്പോൾ മികച്ച രീതിയിൽ ആ ഒരു സൗകര്യം ഇവിടെ ഒപ്പിച്ചു. അതിനോടൊപ്പം ലഘുഭക്ഷണശാല, വിശ്രമ കേന്ദ്രം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു പഞ്ചായത്തായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും വരും കാലഘട്ടത്തിലും അതുപോലെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ടീമായ ഒരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.